ഇന്ന് ഷഅബാൻ 15 അല്ലേ? ആ ഷഅബാൻ 15-ന് ചില പ്രത്യേകതകളൊക്കെ അല്ലേ? ആ പ്രത്യേകതകൾ എന്തിനാണ് മുജാഹിദുകൾ അല്ലെങ്കിൽ സലഫികൾ അതെന്തുകൊണ്ട് ഉപയോഗപ്പെടുത്തുന്നില്ല? അതും ഒരു തരം നന്മകൾ മുടക്കലല്ലേ എന്നുള്ളതാണ് ചോദ്യത്തിൻ്റെ കാതൽ. ഇന്നലെ അതേപോലെ തന്നെ അവളെ പേരോട് ഉസ്താദിൻ്റെ ഒക്കെ പ്രസംഗം ഭയങ്കരമായിട്ട് വൈറലായിട്ടുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട് നന്മ മുടക്കികളാണ് നമ്മൾ. സത്യത്തിൽ സഹോദരങ്ങളെ, എന്താണ് ബറാഅത്ത്? ഷഅബാനിന് പവിത്രതയുണ്ട്. ഷഅബാനിൽ അധികം ആളുകളും അശ്രദ്ധയിലായി പോകുന്നുണ്ട്. ആ ഷഅബാനിനെ നിങ്ങൾ ഉപയോഗപ്പെടുത്തണമെന്ന് റസൂൽ പറയുന്നുണ്ട്. നിങ്ങൾ നോമ്പുകൾ അധികരിപ്പിക്കണം, അതിലൊന്നും തർക്കമില്ല. ഞാൻ ഇന്നലെ ഡിഗ്രി ലാസ്റ്റ് ഇയർ ക്ലാസ്സിൽ കയറി നോക്കുമ്പോൾ നമ്മുടെ മക്കൾക്കൊക്കെ നോമ്പാണ്. അൽഹംദുലില്ലാ, തിങ്കളാഴ്ചയാണ്, ഷഅബാനാണ്. ഇനി അയ്യാമുൽ ബീദിന്റെ നോമ്പ് അവരെടുത്തതായിരിക്കാം. അതൊക്കെ വലിയ സന്തോഷമല്ലേ? സലഫികളും സലഫി പ്രസ്ഥാനത്തിന്റെ സ്ഥാപനങ്ങളും അതിന്റെ പ്രവർത്തകരൊക്കെ സുന്നത്തിനെ ഹയാത്താക്കുന്നവരാണ്. ആ സുന്നത്ത് ജീവിതത്തിൽ പകർത്തുന്നവരാണ്. കുട്ടികൾ വരെ അതിന്റെ തയ്യാറാകുന്നത് അതിന്റെ ഒരു യാഥാർത്ഥ്യമാണ്. ആരാണ് ഇവിടെ സുന്നത്തിനെ നിഷേധിക്കുന്നത്? മറിച്ച് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ രാത്രിയെ ബറാഅത്ത് രാവ് എന്നാ പറയാം. ബറാഅത്ത് രാവുമായി ബന്ധപ്പെട്ടുള്ള ഈ വിഷയത്തിൽ വന്ന ഹദീസുകൾ അങ്ങേയറ്റം ദുർബലമാണ്. ഇബ്നു മാജ റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസാണ്. സല്ലു ലൈല എന്ന് പറയുന്ന അതിന്റെ രാത്രി നിങ്ങൾ നമസ്കരിക്കുക, അതിന്റെ പകലിൽ നിങ്ങൾ നോമ്പെടുക്കുക എന്ന് പറയുന്ന ഹദീസ്. രണ്ട് തരത്തിലാണ് പണ്ഡിതന്മാർ അതിനെ കൊണ്ടുവന്നിട്ടുള്ളത്. ഒന്നുകിൽ അത് ദുർബലമാണ്, അല്ലെങ്കിൽ മൗദൂഅാണ്. ഈ രാവിന്റെ പ്രത്യേകതയുമായി ബന്ധപ്പെട്ട് വസലാത്തു ലൈലത്തി നിസ്ഫി ശഅബാന 100 റക്അ എന്നു ഇങ്ങനെ രാത്രിയിൽ അതിന്റെ ബറാഅത്ത് രാവിലെ 100 റക്അത്ത് നമസ്കരിക്കുക. അതേപോലെ തന്നെ റജബിന്റെ 1-ാമത്തെ വെള്ളിയാഴ്ച ഇതേപോലെ പ്രത്യേകമായ നമസ്കാരം കൊണ്ട് ഒരു പ്രത്യേകമാക്കുക. ഇതൊക്കെ ഇതിനെക്കുറിച്ച് ഇമാം നവവി റഹിമഹുല്ലാ ശറഹുൽ മുഹദ്ദബിൽ പറയാണ്, വഹാതാനി സ്വലാതാനി ബിദ്അതാനി മുൻകറതാനി ഖബീഹതാൻ. എത്ര കടുത്ത പ്രയോഗം! നമസ്കാരത്തെക്കുറിച്ച്, ഒരു രാവിലെ നമസ്കാരത്തെക്കുറിച്ച്, അത് രാവല്ലേ, നല്ലൊരു രാവല്ലേ, അന്ന് നമസ്കാരം നടത്തല്ലേ, നമസ്കാരല്ലേ, പുണ്യകർമ്മല്ലേ എന്നാണോ പണ്ഡിതന്മാർ പറഞ്ഞത്? അല്ല, അത് ബിദ്അത്താണെന്ന് മാത്രമല്ല, മുൻകറത്താനി, വെറുക്കപ്പെട്ടതാണ്, ഖബീഹത്താനി, അങ്ങേയറ്റം ഖബീഹാണ്. പേരോടിന്റെ ഭാഷയിൽ ഈ നവവിമാവ് നന്മ മുടക്കിയാവോ? നന്മകളെ മുടക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് നന്മ? അല്ലാഹുവിന്റെ റസൂൽ പറയാം, മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ. ഒരാൾ ഒരു അമൽ ചെയ്യുന്നു, ലൈസ അലൈഹി അംറുന, അങ്ങനത്തെ ഒരു അമൽ നമ്മൾ പഠിപ്പിച്ചിട്ടില്ലെങ്കിൽ ഫഹുവ റദ്ദുൻ, ഐ ഗൈറു മഖ്ബൂലുൻ, സ്വീകരിക്കപ്പെടാത്തതാണ്, മർദൂദാണ്. ഇതല്ലേ ദീന്? ആ അല്ലാഹുവിന്റെ റസൂലും സഹാബത്തിനും പരിചയമില്ലാത്തത്. എന്നിട്ട് പറയാം അദ്ദേഹം, വലാ യുഗ്തറു ബിദിക്രിഹിമാ ഫീ കിതാബി ഖൂതുൽ ഖുലൂബ് വഇഹ്യാ ഉലൂമുദ്ദീൻ വലാ ബിൽ ഹദീസിൽ മദ്കൂരി ഫീഹിമാ ഫഇന്ന കുല്ല ദാലിക ബാത്തിലുൻ. നബി ഇമാമിന്റെ വാക്കാണത്. വലാ യുഗ്തറു ബിബഅദി മൻ ഇശ്തബഹ അലൈഹി ഹുക്മുഹാ മിനൽ അഇമ്മ ഫസന്നഫ വറഖാത്തിൻ ഫീ ഇസ്തിഹ്ബാബിഹാ. പക്ഷേ ഫഇന്നഹാ ഗാലിതുൻ ഫീ ദാലിക്. ഇതിൽ പല രേഖകൾ, ലഘുലേഖകൾ, പല ഗ്രന്ഥങ്ങൾ രചിച്ചവരുണ്ട്. അതോടൊപ്പം തന്നെ ഇഹ്യാ ഉലൂമുദ്ദീനിലൊക്കെ ഈ ഹദീസ് സ്ഥാനം പിടിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒക്കെ ആണെങ്കിലും ബാത്തിലാണ്, അതിൽ അവർക്ക് വലിയ ഗലത്ത് സംഭവിച്ചിട്ടുണ്ട് എന്ന് ആരാ പറയുന്നത്? രണ്ടാം ഷാഫി എന്നറിയപ്പെടുന്ന മഹാനായ ഇമാം നവവി റഹിമഹുല്ലാ. അദ്ദേഹത്തെ ഇവർ നന്മ മുടക്കികൾ എന്ന് പറയോ? ഇല്ലല്ലോ. അപ്പൊ എന്താണ് ഇതിന്റെ അവസ്ഥ? ഇവിടെ നന്മ മുടക്കുകയല്ല, മറിച്ച് സത്യവും അസത്യവും നമ്മൾ കൂട്ടിക്കുഴക്കാൻ പാടില്ല. അല്ലാഹുവിന്റെ ഖുർആനിൽ അല്ലാഹ് പറയാ, വലാ തൽബിസുൽ ഹഖ്ഖ ബിൽ ബാതിലി വതക്തുമുൽ ഹഖ്ഖ വഅൻതും തഅലമൂൻ. നിങ്ങൾക്കറിയാം, ഇത് ഈ പറയപ്പെടുന്ന മുസ്ലിംമാർക്കൊക്കെ അറിയാം. എന്നിട്ട് ഇവർ ഹഖും ബാത്തിലും തമ്മിൽ ഇങ്ങനെ. ഞാൻ ഇന്നലെ ഒരു മുസ്ലിയുടെ പ്രസംഗം കേട്ടത് എനിക്ക് വലിയ സങ്കടം തോന്നിയത്. മൂപ്പര് ഇതൊക്കെ പറഞ്ഞിട്ട് ആരാണ്? ഞാൻ നേരത്തെ പറഞ്ഞ ദുർബലമായ ഹദീസ് ധരിച്ചിട്ട്, പക്ഷെ അത് മുസ്തഹബാണെന്ന് ഇന്ന റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞിട്ട് ഒരു 4-5 ആൾക്കാർ.
അപ്പൊ ഞാൻ ഈ റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞവരൊക്കെ നോക്കി, ഒന്നാരാ മുപ്പര് റളിയല്ലാഹു എന്ന് പറയണമെന്ന് അറിയാം, അഹമ്മദ് കോയ ഷാലിയാക്കി, നമ്മുടെ ചാലിയത്തുള്ള അഹമ്മദ് കോയ മസ്ജിദ്. പിന്നെ ഈ 300 കൊല്ലം മുൻപ് കഴിഞ്ഞു പോയ റംലി ഇമാമ്, അതേപോലെ തന്നെ ഒരു ഇമാം സർക്കാർ തങ്ങള്, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കുറച്ച് ആളുകളെയാണ് മൂപ്പരെന്ത് ചെയ്യുന്നത്. ആരെയാണ്? അള്ളാന്റെ റസൂലും സഹാബത്തിനും അറിയാത്തൊരു കാര്യം ഇവർക്കൊക്കെ അറിഞ്ഞു എന്നോ. ഇതാണ് നബി ഇമാം പറയണത്. എന്ത്? അതിൽ വഞ്ചിതരായി പോയത്. എന്നിട്ടോ ഇവരെന്താ ഇതിന്റെ ബാത്തിലിനെ ഇതാക്കണമെന്നറിയാം. എങ്ങനെയാണിത്? നബി ഇമാം തന്നെ പറഞ്ഞിട്ടുണ്ട്, ദുർബലമായ ഹദീസ് ആണെങ്കിലും അമൽ ചെയ്യാൻ പറ്റും. അദ്ദേഹം ഇവിടെ ഒന്നും പറഞ്ഞതല്ലത്, അത് വേറെ വിഷയവുമായി ബന്ധപ്പെട്ട് പറഞ്ഞൊരു കാര്യമാണ്. അതിന് കുറേ മാനദണ്ഡങ്ങളും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ആ ഇമാം തന്നെയാണ് ഈ വിഷയത്തിൽ എന്ത് പറഞ്ഞത്? ഇത് ദുർബലമാണെങ്കിലും ഇത് അമൽ ചെയ്യാൻ പറ്റുന്നാണോ പറഞ്ഞത്? അല്ല, ഇത് ബാത്തിലാണ്, അതിൽ വഞ്ചിതരായി പോകരുത് എന്നാണ് പറഞ്ഞത്. പള്ളി ദർസിൽ പഠിപ്പിക്കുന്ന ഫത്ഹുൽ മുഈൻ എന്ന് പറഞ്ഞൊരു കിതാബുണ്ട് അല്ലേ? ആ ഫത്ഹുൽ മുഈനിൽ പോലും ഈ ഇതിന്റെ രാത്രിയിലുള്ള അമ്മ സ്വലാത്തുൽ മഅറൂഫത്തു ലൈലത്തുർ റഗായിബ് വനിസ്ഫ ശഅബാന വയൗമ അശൂറാ ഫബിദ്അത്തുൻ ഖബീഹത്തുൻ. അശൂറ ഇല്ലേ? ഇതാണ് ഈ മുഹറം, ഈ ഇതിനാണ് അശൂറ എന്ന് പറയാം. ഏത്? അല്ല, മറ്റേ ഈ മുഹറം 10 അന്ന് നടത്തുന്ന പ്രത്യേകമായ ആ ദിവസത്തിൽ അശൂറയിൻ്റെ അന്ന് ഒരു പ്രത്യേകമായ നമസ്കാരം. അതോടൊപ്പം തന്നെ ഈ പറയപ്പെടുന്ന നിസ്ഫു ഷഅബാൻ 15 അന്നുള്ള പ്രത്യേകമായ നമസ്കാരം, അതിനെക്കുറിച്ചൊക്കെ ബിദ്അത്തുൻ ഖബീഹത്തുൻ, അത് ഖബീഹായ ബിദ്അത്താണ്. അതാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അഹാദീസുഹാ മൗദൂഅ, അതിലുള്ള ഹദീസുകളൊക്കെ മൗദൂഅാണ്. പിന്നെ ചോദ്യത്തിന്റെ മറ്റൊരു ഭാഗം, ആ രാവിന്റെ ചില കാര്യത്തെക്കുറിച്ച് ഷെയ്ഖ് അൽബാനി പോലുള്ള മുഹദ്ദിസുകൾ ചിലതിനെ ഹസനാക്കിയിട്ടുണ്ടല്ലോ. അവിടെ നമുക്ക് പ്രത്യേകമായി ഒരു അമലും അതിന് പഠിപ്പിച്ചിട്ടില്ല. ഒരു അമലും നമുക്ക് പ്രത്യേകമായി പഠിപ്പിച്ചിട്ടില്ല. അള്ളാഹുവിന്റെ സുന്നത്തുമായി ബന്ധപ്പെട്ട് ചില പരാമർശങ്ങൾ അതിലുണ്ട്. അത് റബ്ബുമായി ബന്ധപ്പെട്ടതാണ്. ആ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ഇന്ന പ്രത്യേകമായ എന്തെങ്കിലും ഒരു അമലുകൾ അതിന്റെ പകലിലോ രാത്രികളിലോ ചെയ്യണമെന്ന് ഒരു ഹദീസിനില്ല. ഇനി ഒറ്റ കാര്യം കൂടെ ഞാൻ പറയാം. അടുത്ത കാലത്ത് മരണപ്പെട്ടു പോയ ഒരു പണ്ഡിതനുണ്ട് സംസ്ഥയുടെ, കണ്ണിയത്ത് ഉസ്താദ്. എന്തായിരുന്നു അദ്ദേഹത്തിന്റെ മുഴുവൻ പേര്? ഉസ്താദ് കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ. സംസ്ഥാന പ്രസിഡന്റായിരുന്നു അല്ലേ? സംസ്ഥാനത്തിന്റെ പ്രസിഡന്റായിരുന്നു കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ. നമ്മൾ കണ്ണിയത്ത് ഉസ്താദ് എന്ന് പറയും, പക്ഷെ പേര് എനിക്ക് അത്ര. അദ്ദേഹത്തിന്റെ ഒരു സ്മരണിക ഉണ്ട്. അദ്ദേഹത്തോട് ഈ ചോദ്യം ചോദിക്കുന്നുണ്ട്, ഷഅബാൻ 15 നോമ്പുമായി ബന്ധപ്പെട്ട്, ബറാത്ത് രാവിന്റെ നോമ്പുമായി ബന്ധപ്പെട്ട്. അദ്ദേഹം കൊടുക്കുന്ന മറുപടി, ഇബ്നു ഹജർ അൽ ഹൈത്തമി അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ കൊടുക്കുന്ന ഒരു മറുപടി ഉണ്ട്. എന്താണ്? ഇബ്നു ഹജർ ഹൈത്തമി പറയുന്നുണ്ട്, ഇത് ഏത് രീതിയിൽ ഈ നോമ്പിനെ നിങ്ങൾക്ക് അയ്യാമുൽ ബിയുമിന്റെ നോമ്പ് എന്നുള്ള നിലക്ക് നിങ്ങൾ നോറ്റോളി, അതല്ലാതെ അയ്യാമുൽ ബിയുമിന്റെ നോമ്പ് എന്ന നിലക്കല്ലാതെ വേറെ ഒരു നിലക്കും ഈ നോമ്പ് നോൽക്കാൻ വകുപ്പില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അയ്യാമുൽ ബിയുമിന്റെ നോമ്പ് എന്നുള്ള നിലക്ക് നിങ്ങൾക്ക് നോക്കാം, അല്ലാതെ ഷഅബാൻ 15 പ്രത്യേകത കൽപ്പിച്ചുകൊണ്ടൊരു നോമ്പ് എടുക്കാൻ പാടില്ല. അത് കണ്ണിയത്ത് ഉസ്താദ് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആ കണ്ണിയത്ത് ഉസ്താദിനെ മറ്റേ ബറാത്ത് നോമ്പിനെ മുടക്കി എന്ന് പറഞ്ഞിട്ട് ഒരു നന്മ മുടക്കികൾ എന്ന് പറയും. ഇത് സൂക്ഷ്മതയോടുകൂടെ ഈ വിഷയം കൈകാര്യം ചെയ്ത പണ്ഡിതന്മാരുടെ ഒക്കെ നിലപാടാണ്. അള്ളാന്റെ റസൂലും സഹാബത്തും പ്രത്യേകമായി ഒരു രാവിനോ പകലിനോ പുണ്യം കൽപ്പിക്കാതെ നമുക്ക് പുണ്യം കൽപ്പിക്കാൻ ഒരു വകുപ്പില്ല. അതുകൊണ്ട് സലഫികൾ അത് സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അങ്ങനെയുള്ള ഇതിൻ്റെ പിന്നാലെ നമ്മൾ പോവാതെ എന്തൊക്കെയാണോ റസൂലുള്ളാഹിന്റെ സുന്നത്തിൽ വന്നത് അതൊക്കെ ജീവിതത്തിൽ പകർത്താൻ നമ്മൾ സമയം കാണുക. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകുക. 3 യാസീൻ ഓതുന്നൊരു പരിപാടിയും കൂടെ ഉണ്ട്. ഇതേപോലെ തന്നെ നമുക്കറിയാം അല്ലാഹുവിന്റെ ഖുർആൻ പുണ്യമുള്ളതാണ്, പ്രതിഫലാർഹമാണ്, ഒരു സംശയമില്ല. പക്ഷേ ഇങ്ങനൊരു 3 യാസീന്, അതിലൊന്ന് റിസ്ക് വർദ്ധിക്കാന്, മറ്റൊന്ന് ആയുസ് വർദ്ധിക്കാന്, മൂന്നാമത്തത് മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി. ഇങ്ങനെ പ്രത്യേകമായി ഒരു കർമ്മം ഇവിടെയാണ് അള്ളാന്റെ റസൂൽ. സമയമല്ലാണ്ട് വൈകി പോകും, അതുകൊണ്ടാണ് ഞാൻ അതുമായി ബന്ധപ്പെട്ട് ചുരുക്കാൻ നോക്കുന്നത്. നബിയും സ്വഹാബത്തും
റസൂലുള്ളാഹിന്റെ സ്വഹാബാക്കൾ പള്ളിയിൽ വെച്ചിട്ട് ഇങ്ങനെ എന്താണ് അവർ തസ്ബീഹ് ചൊല്ലുകയാണ്, തഹ്മീദ് ചൊല്ലുകയാണ്, തക്ബീർ ചൊല്ലുകയാണ്. ആ തസ്ബീഹും തഹ്മീദും തക്ബീറും ഒക്കെ അള്ളാഹിന്റെ റസൂൽ പ്രത്യേകമായി മഹത്വം കൽപ്പിച്ച അല്ലേ ദിക്റുകളാണ്. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ. പക്ഷെ അതിനൊരു പ്രത്യേകമായ രൂപവും ഭാവവും ഒക്കെ കൊടുത്തിട്ട് അതിങ്ങനെ കുറേ എണ്ണിയിട്ട് ഇങ്ങനെ ഇങ്ങനെ ഒരു 100 ആകുമ്പോൾ ഇങ്ങനെ കല്ല് മാറ്റി വെച്ച് ഇങ്ങനെ പ്രത്യേകമായി എണ്ണം പിടിച്ചിട്ട് ഒരു ഹൽഖ കണ്ടപ്പോൾ റസൂലുള്ളാഹിന്റെ സ്വഹാബത്ത് അതിനെ ഗൗരവത്തോടു കൂടി എതിർക്കുന്നത് നമ്മൾ വായിച്ചതാണ്, പഠിച്ചതാണ്. റസൂലുള്ളാഹ് കഴിച്ച പാത്രം പൊട്ടിപ്പോയിട്ടില്ലടോ, മുത്തുനബിന്റെ വസ്ത്രം ഉരുമ്പിപ്പോയിട്ടില്ലടോ, അപ്പോഴേക്ക് നിങ്ങളൊരു ബിദ്അത്തിന്റെ വാതിൽ തുറക്കുകയാണോ എന്ന് അവർ ചോദിച്ചത്. അവർ ചെയ്തത് നന്മല്ലേ, ദിക്റല്ലേ? അള്ളാന്റെ റസൂല് ഉറങ്ങാൻ കിടക്കുമ്പോൾ ഒരു ദിക്ർ പഠിപ്പിച്ചു അല്ലേ? ധാരാളം ദിക്റുകൾ പഠിപ്പിച്ചിട്ടില്ലേ? മക്കളൊക്കെ ചെല്ലാറുണ്ട് അല്ലേ? ഇസ്മിക റബ്ബി വദഅതു ജംബി വബിക അർഫഉഹു ഇൻ അംസത നഫ്സി ഫർഹംഹാ എന്നുള്ളൊരു ദിക്റുണ്ട്. മറ്റൊന്ന് എന്താണ്? അല്ലാഹുമ്മ ബിസ്മിക അല്ലാഹുമ്മ അമൂതു വഅഹ്യ എന്നതുണ്ട്. അതേപോലെ തന്നെ അസ്ലംതു നഫ്സി ഇലൈക വവജ്ജഹ്തു വജ്ഹി ഇലൈക വഫവ്വൽതു അംരി ഇലൈക ലാ മൽജഅ വലാ മൻജഅ മിൻക ഇല്ലാ ഇലൈക. ആ പ്രാർത്ഥനയുടെ അവസാനം ആമൻതു ബികിതാബികല്ലദീ അൻസൽത വബിനബിയികല്ലദീ അർസൽത. അവിടെ ഒരു സ്വഹാബി വബിനബിയികല്ലദീ അർസൽത എന്നതിന് പകരം വബി റസൂലികല്ലദീ അർസൽത എന്ന് പറഞ്ഞപ്പോൾ അത് കുഴപ്പമില്ല, എൻ്റെ കുട്ടി അങ്ങനെ തന്നെ ചൊല്ലിക്കോളിന്ന് നബി പറഞ്ഞോ? നബിക്ക് തിരുത്തി കൊടുത്തു. വബി നബിയിക എന്നാണെങ്കിൽ നബിയിക എന്ന് തന്നെ പറയണം. ഒരു ഭാഷാപരമായിട്ട് റസൂൽ എന്ന പദത്തിന് നബി എന്ന പദത്തിനേക്കാൾ മഹത്വം കൂടുതലാണ്. നബി അള്ളാന്റെ പ്രവാചകൻ നബിയാണ്, റസൂലാണ്. നബി അതിനെ വിട്ടില്ല. എന്താണോ ദീനിലുള്ളത് അത് അങ്ങനെ തന്നെ ആവണം എന്നുള്ളത് പഠിപ്പിച്ച നേതാവിൻ്റെ അനുയായികളാണ് നമ്മൾ. എന്നിട്ടാണ് പുതിയത് ഓരോന്ന് ദീനിൽ കടത്തിക്കൂട്ടുന്നത്. ഇബ്നു തൈമിയ്യ ഈ വിഷയത്തിൽ പ്രത്യേകമായി എന്തെങ്കിലും പറഞ്ഞതായിട്ട് നമുക്ക് അറിയില്ല. പക്ഷെ ഇവിടെ എന്താ വിഷയം എന്ന് വെച്ചാൽ, ആ ഇമാം അങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഈ ഇമാം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ, ആ ഇമാമിങ്ങൾക്കൊക്കെ പിഴക്കോ എന്ന ചോദ്യം തന്നെ അസ്ഥാനത്താണ്, ഉസൂലിനെതിരാണത്. ഇമാമിങ്ങൾ, ഈ പറയപ്പെടുന്ന ഇമാമിങ്ങളുടെ ഏറ്റവും വലിയ നേതാവായി ഇമാമുൽ ആളം എന്ന് പരിചയപ്പെടുന്ന ഒരു ഇമാമുണ്ട്, ഇമാം അബൂ ഹനീഫത്തുൽ കൂഫി റഹിമഹുല്ലാഹ്. ഒന്നാമത്തെ ഇമാമ് എന്ന അദ്ദേഹത്തെ കുറിച്ചാണ് സാധാരണവരൊക്കെ പറയാറുള്ളത്. ഇമാമുൽ ആളം മദ്ഹബിന്റെ ഇമാമിങ്ങളിൽ ഒന്നാമൻ. അദ്ദേഹം പറയുന്നൊരു വാക്കുണ്ട്, അഫീഫി ചോദിച്ച ചോദ്യത്തിന് ഏറ്റവും ആപ്റ്റായ മറുപടി അദ്ദേഹം പറയുന്നുണ്ട്. ഇന്നനാ ബശറുൻ, ഞങ്ങളൊക്കെ മനുഷ്യരാണ്. നുഖ്തിഉ വനുസീബു, ഞങ്ങൾക്ക് ശരി സംഭവിക്കാം, തെറ്റ് സംഭവിക്കാം. ഞങ്ങൾ പറയുന്നത് മുഴുവനും അണ്ണാക്ക് തൊടാതെ വിഴുങ്ങല്ല നിങ്ങൾ വേണ്ടത്. ഞങ്ങൾ പറയുന്നതിനെ നിങ്ങൾ നോക്കുക. എന്നിട്ടോ ഇദാ വാഫഖൽ കിതാബ വസ്സുന്നത ഫഖുദൂ, ആ പറഞ്ഞത് ഖുർആനിനോടും സുന്നത്തിനോടും യോജിക്കുന്നുണ്ടോ നിങ്ങൾ സ്വീകരിക്കുക. മാലം യുവാഫിഖൽ കിതാബ വസ്സുന്നത ഫതുറുകൂ, ഖുർആനിനോടും സുന്നത്തിനോടും യോജിക്കാത്തതിനെ നിങ്ങൾ തള്ളിക്കളയുക. നോക്കൂ നിങ്ങൾ എത്ര കൃത്യമായിട്ട് അദ്ദേഹം പറഞ്ഞത്. ഇത് പഠിപ്പിക്കാത്ത ഇമാമിങ്ങളില്ല. ഇനിയിപ്പോൾ നമ്മുടെ ഇമാമാകുന്ന ഇമാം ഷാഫി റഹിമഹുല്ലാഹ് എന്ന് നമ്മുടെ നാട്ടിലൊക്കെ അധികവും നമ്മുടെ നാട്ടിൽ ഷാഫി ഇമാമാണ്, ഷാഫി മദ്ഹബുകാരാണ്. ആ ഷാഫി ഇമാം പറഞ്ഞ വാക്കെന്താ? ഇദാ വജദ്തും ഫീ കലാമി അല്ലെങ്കിൽ ഔ ഫീ കിതാബി ഖിലാഫ സുന്നത റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖൂലു ബിസുന്നതി റസൂലില്ലാഹ്. എൻ്റെ കിതാബിലോ എൻ്റെ ഗ്രന്ഥത്തിലോ എൻ്റെ വാക്കിലൊക്കെ എന്തെങ്കിലും റസൂലുള്ളാഹിന്റെ സുന്നത്തിനെതിരായിട്ട് കണ്ടാൽ നിങ്ങൾ റസൂലുള്ളാഹിന്റെ സുന്നത്താവണം പറയുകയും പ്രഖ്യാപിക്കുകയും ചെയ്യേണ്ടത്. വതുറുകൂ ഖൗലി, എൻ്റെ വാക്ക്, എൻ്റെ ഇമാമിൻ്റെ വാക്ക് ഇതാണല്ലോ, ഈ ഇമാം എൻ്റെ മദ്ഹബിൻ്റെ ഇമാം ഇങ്ങനെയാണല്ലോ പറഞ്ഞത് എന്നിട്ട് അത് പിടിക്കല്ല വേണ്ടത്, അതിനെ ഒഴിവാക്കണം. ഒരു റിപ്പോർട്ടുള്ളത് മതിലിനപ്പുറത്തേക്ക് വലിച്ചെറണം അല്ലേ? അങ്ങ് അത്ര പോലും അന്ധമായ അഹ്മദ് ബിൻ ഹംബൽ പറഞ്ഞ വാക്കൊക്കെ കുറച്ച് ഗൗരവം. ഇമാമുസ്സുന്ന അദ്ദേഹം പറയും, ലാ തുഖല്ലിദിനി വലാ തുഖല്ലിദ് മാലിക്കൻ വല ശാഫിഇയ്യ വല ഔസാഇയ്യ വല സൗരിയ്യ.
എന്നെയോ ഇമാം മാലിക്കിനെയോ ഇമാം അഹ്മദ് ബിൻ ഇമാം ഷാഫിഈയെയോ ഇമാം സുഫിയാനു സൗരിയെയോ ഇമാം ഔസാഇയെയോ ഒന്നും നിങ്ങൾ അനുകരിക്കുകയല്ല വേണ്ടത്. മറിച്ച് അവരൊക്കെ സ്വീകരിച്ച മാനദണ്ഡം അത് ഖുർആനും സുന്നത്തുമാണ്. അത് നിങ്ങൾ എടുക്കുകയാണ് വേണ്ടത്. അപ്പം ഇമാമിങ്ങൾ നമുക്ക് ആ വിഷയത്തിൽ കുറ്റം പറയാൻ പറ്റില്ല. കാരണം ഇമാമിങ്ങൾ കൃത്യമായി അവരുടെ നിലപാട് പറഞ്ഞിട്ടുണ്ട്. അവരെ ആരെയും അന്ധമായി അനുകരിക്കണമെന്ന് ഒരു ഇമാമും പഠിപ്പിച്ചിട്ടില്ല. കാരണം അവരും മനുഷ്യരാണ്. അവർക്ക് സ്വാഭാവികമായി തെറ്റുപറ്റാത്ത ഒരാൾ റസൂലുള്ളാഹിന്റെ ഖബർ ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചിട്ട് ഇതേപോലെ മദീനത്തെ പള്ളിയിൽ ഇങ്ങനെ ദർസ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇമാം മാലിക് റഹിമഹുല്ലയോട് ചില ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ അദ്ദേഹം അതിന് കൊടുത്ത മറുപടിയിൽ ഒന്നും ഇങ്ങനെയായിരുന്നു. എന്ത്? റസൂലുള്ളാഹിന്റെ ഖബർ ഇങ്ങനെ ചൂണ്ടിയിട്ട് പറഞ്ഞത്രേ, എല്ലാവരുടെ വാക്കിലും കള്ളാനും തള്ളാനും ഉണ്ടാകും, ഇല്ലാ സാഹിബി ഹാദൽ ഖബർ. ആ ഖബറിൽ കിടക്കുന്ന റസൂലുള്ളാഹിന്റെ വാക്കിലൊഴികെ. റസൂലുള്ളാഹിന്റെ വാക്ക് എന്ന് പറഞ്ഞാൽ അതെന്താണ്? വഹ്യാണ്. വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. അതിന് മാത്രം തെറ്റുപറ്റാത്തതുണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് അവസാനിപ്പിക്കാം. അപ്പോൾ മക്കളെ നമ്മൾ റസൂലുള്ളാഹിന്റെ സുന്നത്തിന് ഏറ്റവും കൂടുതൽ സ്ഥാനവും ആദരവും ബഹുമാനവും കൊടുക്കേണ്ടവരുമാണ്. അത് ജീവിതത്തിൽ പകർത്തണം. പക്ഷെ ആ റസൂലുള്ളാഹിയും സഹാബത്തും പഠിപ്പിക്കാത്തത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല. അതാണ് ഇതിനുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത്. അള്ളാഹു നന്മകൾ അധികരിപ്പിക്കാൻ, അള്ളാഹു റസൂൽ പഠിപ്പിച്ച നന്മകൾ അധികരിപ്പിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഞാനിത് പറഞ്ഞപ്പോൾ ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കാം. ഞാൻ ഇതിനെ പറ്റി മാത്രമല്ല, നമ്മൾ ബിദ്അത്തുകളെ എതിർക്കുന്നവർ മാത്രമായി പോരാ. നമ്മൾ സുന്നത്തിനെ ഹയാത്താക്കുന്നവരായി, ജീവിതത്തിൽ സുന്നത്ത് കൂടുതൽ എടുക്കുന്നവരായി നമ്മൾ മാറാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.